നമസ്കാരം. നമുക്കിന്നൊരു നാടൻ സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനാവശ്യമുള്ള ചേരുവകൾ നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, ഭക്ഷണയില എന്നിവ ചെറുചൂടോടുകൂടി ചൂടാക്കിയെടുക്കുക. ശേഷം അതിൽ 4 സവാള, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 4 പച്ചമുളക് നടുവേ കീറിയത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളി നടുവേ പിളർന്നത് എന്നിവ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നമ്മളിതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലപോലെ ഇളക്കുക. ശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. മുളക് പൊടി നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് ആവശ്യമുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കൂടാതെ 1/2 ടീസ്പൂൺ വീതം ഗരം മസാല, ചിക്കൻ മസാല എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ കറിയുടെ ഗ്രേവി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ വെള്ളം ചേർക്കാതെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ അരപ്പ് ചട്ടിയുടെ അടിയിൽ പറ്റിപ്പിടിക്കുന്നതായിരിക്കും. ചിക്കൻ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 4-5 കാഷ്യൂനട്ട് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമെങ്കിൽ മാത്രം ചേർക്കാവുന്നതാണ്. ചിക്കൻ കറിക്ക് സ്വാദ് കൂടാൻ കാഷ്യൂനട്ട് അരച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാഷ്യൂനട്ട് അരച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റോളം അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.